ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്താ ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. യെസ് ഗായ്സ്, നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ സഹായത്തിന്. അങ്ങനെ ഞാനല്ല വലിയമ്മയാണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കനൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നാക്കിയിട്ട് സെറ്റാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്കുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചി കിട്ടിയില്ല, ഇഞ്ചി വീട്ടിലില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വിനീഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു 20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടായിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ചിക്കനൊന്നും ഇപ്പോൾ ആവില്ല, ചോറിപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും വലിയമ്മയും ഇതേ സൈഡിലൂടെ ഇരുന്നിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് നമ്മൾ പൊരിച്ചെടുത്തു. രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടോ. അങ്ങനെ അതും ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊരിച്ചെടുത്ത അതേ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇതേ നമ്മൾ പാനിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ജീരകം. അപ്പോൾ നമ്മുടെ പാന് നോക്കണ്ട, അത് കുറച്ച് കേട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ 4 ഉള്ളിയാണ് എടുത്തത്, കാരണം എനിക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണം. ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇഞ്ചി വീട്ടിലില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി എടുത്ത് ഒന്നുകൂടെ കുനുകുനാന്നരിഞ്ഞിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ട് ഒന്നത് അടച്ച് 2-3 സെക്കൻഡ് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ പൊടികളിലേക്ക് കടക്കുന്നത് കേട്ടോ. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ 1.25 ടീസ്പൂൺ അങ്ങനെ എന്തോ ആണ് ഇട്ടത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അതിന് പുറമെ ഈ പൊടി അല്ലാതെ ഞാൻ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ അതിലേക്ക് വന്നത് വെച്ചപ്പോൾ എൻ്റെ ചേച്ചി അങ്ങനെ ചെറിയ ജീരകം ഇട്ടിട്ട് ചിക്കൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ജീരകം അതിൻ്റെ പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും എന്താ പറയുക, ഞാൻ ഉപ്പ് നോക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ പട്ടയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ടയുണ്ടല്ലോ, അത് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു എന്ന്, കാരണം ഇത് കുഞ്ഞു പീസാണ് നമ്മൾ ഇട്ട് കൊടുത്തേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കുറച്ചുകൂടെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പതിയെ ഇളക്കണം, കാരണം കുഞ്ഞി പാൻ ആയതുകൊണ്ട് തന്നെ അത് താഴേക്ക് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ പതിയെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് പച്ചപ്പരവതാനി വിരിച്ചിരിക്കുകയാണ്. മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ട് സെറ്റാക്കി നമ്മൾ ഡിസൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായിട്ട് നമ്മൾ ഇത് കുറച്ചുകൂടെ നെയ്ച്ചോറിലേക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നോർമൽ റൈസിനേക്കാളും നെയ്ച്ചോറ്, ബ്രെഡ് അതിലേക്കൊക്കെ സെറ്റാണ്. അതർവൈസ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിതേ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്കിന്ന് മുരിങ്ങേൻ്റെ ഉപ്പേരിയും ഈ ചിക്കനാണ് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കടായിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു, അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. വലിയമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നോക്കിയിട്ട് ബൈ.